സംഖ്യയുടെയും വർഗ്ഗമൂലം അല്ലെങ്കിൽ റൂട്ട് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നക്കാരനാണ് അല്ലെ. നിങ്ങൾ എങ്ങനെയാ അത് ചെയ്യാറ്? ഇത് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അല്ലാതെ ചെയ്യാറ് അല്ലെ. ഇതും എന്താണ്, കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. നമ്മളുടെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് ആണെങ്കിലും നമ്മളുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, റൂട്ട് കാണാൻ വരാറുണ്ട്. പക്ഷെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലേ ഇത്. അവൻ മിസ് ചെയ്ത് സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി ഏത് റൂട്ട് കിട്ടിയാലും ഇടാ സിമ്പിളായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, then root of 4489 എങ്ങനെയാ കാണാന്നറിയോ? അതായത് നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, വർഗ്ഗങ്ങളൊക്കെ 1ന്റെ 1 ആണ്, 2ന്റെ 4 ആണ്, 3ന്റെ 9 ആണ്, 4ന്റെ 16 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതുപോലെ ഇവന്മാരുടെ സ്ക്വയറും അറിയില്ലേ, 10ന്റെ സ്ക്വയർ 100 ആണ്, 20ന്റെ സ്ക്വയർ 400 ആണ്. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? സിമ്പിൾ കാര്യമാണ് അല്ലെ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 ആണ്, ഒരു 0 ആണെങ്കിൽ ഇവിടെ 2 0 ഇടുന്നു. ഇനി 2ന്റെ സ്ക്വയർ 4 ആണ്, അതിട്ടെടുത്തു. ദെൻ ഇവിടെ ഒരു 0 ആയതുകൊണ്ട് ഇവിടെ 2 0 ഇടുന്നു. 3ന്റെ സ്ക്വയർ 9 ആണ്, അതിട്ടെടുത്തു. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് 2 0 ഇടുന്നു. സിമ്പിൾ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 0 അവസാനം വരുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം 10 മുതൽ 100 വരെയുള്ളതിന്റെ സ്ക്വയറും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും കാണാതെ അറിയുന്ന ഒന്നാണ് ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഏതൊരു 1 അവസാനം വരുന്ന സംഖ്യ വന്നാലും ആ ഒരു സംഖ്യയുടെ വർഗത്തിന്റെ അവസാനം എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി 2 അവസാനം വരുന്ന സംഖ്യ വരികയാണെങ്കിൽ അതിന്റെ വർഗത്തിന്റെ അവസാനം എന്തായിരിക്കും? 4 ആയിരിക്കും. 3 അവസാനം വരുന്ന സംഖ്യ, ഇനിയിപ്പോ 23 എടുക്കുകയാണ്, 23ന്റെ വർഗത്തിന്റെ അവസാനം എത്രയാ വരിക? 9 ആണ്. ഓക്കെ, സ്ക്വയറിന്റെ അവസാനം 9 ആണ് വരിക. 4 അവസാനം വരുന്ന സംഖ്യ ആണെങ്കിൽ അതിന്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും വരിക. 5 അവസാനം വരുന്ന നമ്പർ ആണെങ്കിൽ അതിന്റെ അവസാനത്തെ വർഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി 6 വരെയാണെങ്കിൽ 6 തന്നെ ആയിരിക്കും. 7 വരെയാണെങ്കിൽ 9 ആണ്, 8 വരെയാണെങ്കിൽ 4 ആണ്, 9 വരെയാണെങ്കിൽ 1 ആണ്, 10 വരെയാണെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 1 അവസാനം വരുന്ന നമ്പറിന്റെയും 9 അവസാനം വരുന്ന നമ്പറിന്റെയും എന്താണ് വർഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി 2 അവസാനം വരുന്ന നമ്പറിന്റെയും 8 അവസാനം വരുന്ന നമ്പറിന്റെയും വർഗത്തിന്റെ അവസാനം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്ക്, വേറെ അടുത്ത ആൾക്കാർ ആരാളുള്ളത്? യെസ്, 3 അവസാനം വരുന്ന നമ്പറിന്റെയും 7 അവസാനം വരുന്ന നമ്പറിന്റെയും വർഗത്തിന്റെ അവസാനം ആരാ ഉണ്ടാവുക? 9 ആണ് ഉണ്ടാവുക. ഇനി അടുത്ത ആൾക്ക് ഓറഞ്ച് ഉണ്ടാക്കാം. യെസ്, 4 അവസാനം വരുന്ന നമ്പറിന്റെയും 6 അവസാനം വരുന്ന നമ്പറിന്റെയും വർഗത്തിന്റെ അവസാനം ആരാ ഉണ്ടാവുക? 6 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ആരാളുള്ളത്? നമ്മളുടെ 5ന്റെ അവസാനം 5 ആയിരിക്കും, 10ന്റെ അവസാനം 0 ആയിരിക്കും. അപ്പൊ ഇത്ര മാത്രം ആലോചിച്ച് നോക്കുക. 1ഉം 9ഉം എത്രയാണ്? 1 ആണ്. 2ഉം 8ഉം 4 ആണ്. 3ഉം 7ഉം 9 ആണ്. 4ഉം 6ഉം 6 ആണ്. അതുപോലെ 5ൻ്റെത് 25 ആണ്. പക്ഷെ നമുക്ക് ആലോചിച്ച് വെക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? ഇവനും അതുപോലെ ഇവനും. ഓക്കെ, ഈ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. 5ന്റെ അവസാനം 5 ആണെന്നുള്ളതും 10ന്റെ അവസാനം 0 ആണെന്നുള്ളതൊന്നും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ 4489 എന്ന് വരുമ്പം 4489 ഇവന്മാരുടെ ഏതിന്റെ ഇടയിലാണ്? നമുക്കറിയാം അല്ലെ. 4489 എന്ന് പറയുമ്പം 4489 ഇവന്റെയും ഇടയിലാണ് അല്ലെ. 60ന്റെ സ്ക്വയർ ആയിട്ടുള്ള 3600ന്റെയും 70ന്റെ സ്ക്വയർ ആയിട്ടുള്ള 4900ന്റെയും ഇടയിലാണ്. അപ്പൊ ഏതൊക്കെ സംഖ്യകളാവും? 60ന്റെയും 70ന്റെയും ഇടയിൽ എന്ന് പറയുന്നത് 61 ആവാം. ദെൻ 62, 63, 64, 65, 66, 67, 68 ആൻഡ് 69. ഈ 9 സംഖ്യകളാണ് ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ വർഗത്തിന്റെ അവസാനം ആരാടാ വരുന്നത്? വർഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് 9 ആണ് വരുന്നത്. 9 ആരൊക്കെ വർഗത്തിന്റെ അവസാനം വരുന്ന നമ്പറാണ്? നമ്മളുടെ 9 എന്ന് പറയുന്നത് 3ന്റെയും അതുപോലെ 7ന്റെയും അവസാനത്ത് വരുന്ന നമ്പറാണ്. അതായത് ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ 63 ആയിരിക്കും, അല്ലെങ്കിൽ ആരാടാ? ഇവിടെ 67 എഴുതിയില്ല അല്ലെ, 67 ആയിരിക്കും. ഏതൊക്കെ ആയിരിക്കും? 4489ന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 63 ആണ്, അല്ലെങ്കിൽ 67 ആണ്. ഓക്കെ, ഒന്നുകിൽ 63 ആണ്, ഇനി 67 ആണ്. ഇനി നോക്ക്, 4480 ആയിട്ട്
4900-നാണോ കുറഞ്ഞ ദൂരമുള്ളത്, അല്ലെങ്കിൽ 3600-നാണോ? എങ്ങനെയാ നോക്കുക? 4489 3600 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 9, 8, 14 6 പോയ 8, 889 കിട്ടും അല്ലെ. പക്ഷെ 4900 നോക്ക്, 4900 4489 കുറയ്ക്കുകയാണെങ്കിലോ എന്താ? 9, 10, 1, 1, then 8, 4, 411. അതായത് കുറഞ്ഞ ദൂരമുള്ള ആരാണ്? 70ലേക്കാണ് കുറഞ്ഞ ദൂരം. അപ്പൊ 70ആയിട്ടുള്ള അടുത്തുള്ള നമ്പർ ആയിരിക്കും എന്ത്? സ്ക്വയർ. 70ആയിട്ട് ഈ രണ്ട് നമ്പറിൽ 70ആയിട്ട് അടുത്തുള്ള നമ്പർ ആരാണ്? 67 ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? 67 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് അടുത്ത് നോക്കുക, 6889. അതായത് ആരൊക്കെ ഇടയിലാണ് വരുന്നത്? 889 എന്ന് പറയുമ്പോൾ 80ന്റെയും 90ന്റെയും ഇടയിലാണ്. പക്ഷെ 80ന്റെയും 90ന്റെയും ഇടയിലാണ്. അതുപോലെ തന്നെ 9 ആണ് അവസാനം. 9 അവസാനാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ആ നമ്പർ? 9 അവസാനമാണെങ്കിൽ 3 ആയിരിക്കും അവസാനത്തെ അക്കം, അല്ലെങ്കിൽ 7 ആയിരിക്കും. അതായത് 80ന്റെയും 90ന്റെയും ഇടയിൽ വരുന്ന 3ഉം 7ഉം അവസാനം വരുന്ന നമ്പർ ഏതൊക്കെയാണ്? നമ്മളുടെ 83ഉം അതുപോലെ 87ഉം ആണ് അല്ലെ. 83ഉം 87ഉം. ഇനി 6889 ഇവനാണോ കുറഞ്ഞ ദൂരമുള്ളത്? ആർക്കെയാണ്? 80നാണ് അല്ലെ കുറഞ്ഞ ദൂരമുള്ളത്. 80ലേക്കാണ് കുറഞ്ഞ ദൂരം. 80 സ്ക്വയർ 6400ലേക്കാണ് കുറഞ്ഞ ദൂരമുള്ളത്. ഇത് കൂടുതൽ ഉണ്ടാവും അല്ലെ. ഇത് കുറച്ചാൽ വലിയ സംഖ്യ കിട്ടാം. കുറഞ്ഞ ദൂരമുള്ളത്. അപ്പൊ 80ആയിട്ടുള്ള അടുത്ത അക്ക ആരാണ്? 83ആണോ 87ആണോ? ആരാണ്? 83ആണ്. സിമ്പിൾ കാര്യം. സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? ഇനി അടുത്ത് നോക്കിയാടാ, 5625. അപ്പൊ എന്താ വേണ്ടത്? ഇവരുടെ ആരുടെ ഇടയിലാണ് അത് വരുന്നത്? 70ന്റെയും 80ന്റെയും ഇടയിലാണ് അല്ലെ. 70ന്റെയും 80ന്റെയും ഇടയിൽ 5 അവസാനം വരുന്നതും കൊണ്ട് എന്തായിരിക്കടാ? നമ്മളുടെ 5 ആയിരിക്കും ഇതിന്റെ ഈ സംഖ്യയുടെ അവസാനം എന്ന് പറയുന്നത്. 70ന്റെയും 80ന്റെയും ഇടയിലുള്ള 5 അവസാനം വരുന്ന സംഖ്യ ആരാണ്? സിമ്പിൾ, 75. ഓക്കെ. അടുത്ത അക്കം 2304. 2304 എന്താണ്? 2304 എവിടാ വരെടാ? എവിടാ? 1600ന്റെയും 2500ന്റെ ഇടയിലാണ് 2304 ഉള്ളത്. അതുപോലെ 4 അവസാനം വരുന്ന ആർക്കൊക്കെയാണ്? 4നും 6നും ആണ് അല്ലെ. ഇതാ നോക്ക്, 4നും 6നും 4നും 8നും. യെസ്, 4നും 8നും ആണ് ആര്? അല്ലല്ലേ, 2നും 8നും. യെസ്, 2നും 8നുമാണ് 4 അവസാനം വരുന്നത്. 2ഉം 8 എന്ന് പറയുമ്പോൾ 42 ഉണ്ടാവും, 48 ഉണ്ടാവും. ഇനി 2304 കുറഞ്ഞ ദൂരമുള്ള 1600-നാണോ 2500-നാണോ? 2500-നാണ്. ഒബ്വിയസ്ലി 2500-നാണ്. അതായത് 50നോട് അടുത്തുള്ള നമ്പർ ഇതിൽ ആരാണ്? 48 ആണ്. 48 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ കാര്യം? അങ്ങനെയെങ്കിൽ 3364 എങ്ങനെയായിരിക്കും? 3364 എവിടാ വരിക? 3364 പറഞ്ഞാൽ 2500ന്റെയും 3600ന്റെയും ഇടയിൽ. ഇനി 4 അവസാനം വരുന്ന ആരൊക്കെയാണ്? 2 ഉണ്ട്, അതുപോലെ 8 ഉണ്ട്. അതായത് ആരൊക്കെ ഉണ്ടാവും? 52 ഉണ്ട്, 58 ഉണ്ട്. ഇനി അടുത്തത് 3364 ആയിട്ട് കുറഞ്ഞ ദൂരം ആർക്കാണ്? 2500-നാണോ 3600-നാണോ? ആർക്കാണ്? ഇവനാണ് അല്ലെ. ഇവനാണ്. അപ്പൊ 60ആയിട്ട് അടുത്ത നമ്പർ 58 ആണ്. അതുകൊണ്ട് 58 ആയിരിക്കും ആൻസർ. സിമ്പിൾ കാര്യം. അങ്ങനെയെങ്കിൽ √5329 എന്തായിരിക്കും? കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ബൈ.